നാട്ടികയിൽ CPI സ്ഥാനാർത്ഥിയായി ഗീതാ ഗോപിയെ പരിഗണിക്കുന്നതിൽ അതൃപ്തി പരസ്യമാക്കിയ CC മുകുന്ദൻ MLA ഒരു ടൈം മാത്രം പൂർത്തീകരിച്ച് തന്നെ ഒഴിവാക്കിയതിലും സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് വിജിലൻസ് കേസുള്ളയാളെ വീണ്ടും പരിഗണിച്ചതിലും അമർഷമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും പറയുകയാണ് CC മുകുന്ദൻ. കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ അവരെ വലിയ കുഴപ്പങ്ങൾ കണക്കാക്കിക്കൊണ്ട് മാറ്റിയിട്ട് അന്നാക്കിയതാണ്. എൻ്റെ അകത്തൊരു സംഘടനപരമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ അപ്പം പറഞ്ഞ് തീർത്തിട്ടുള്ള പാർട്ടിയാണ്. പിന്നെ ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസം എന്ന് വരേണ്ട കാര്യം ചിലർക്ക് ചില വ്യക്തിപരമായ താല്പര്യം ഉണ്ടാവും. അതിൻ്റെ അവരുടെ നേരം നേട്ടം നടക്കില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ ഒരു എന്താ പറയുക സംഘടനാ വിരുദ്ധമായ നടപടിയെങ്കിൽ പോലും ഇതുവരെ എന്നോട് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം തത്സമയം ചേർത്തുണ്ട്. ലെവിൻ, നാട്ടിക സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലത്തിൽ ഒരു ടൈം മാത്രം പൂർത്തീകരിച്ച് തന്നെ ഒഴിവാക്കുന്നതിൽ CC മുകുന്ദന് കടുത്ത അതൃപ്തിയുണ്ട്. അപ്പോൾ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. പരസ്യമാക്കുക മാത്രമല്ല, മറ്റ് മുന്നണികൾ തന്നെ ബന്ധപ്പെട്ടു എന്ന കാര്യം കൂടി പരസ്യമാക്കുമ്പോൾ നാട്ടികയിൽ ഇനി മറ്റെന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് CPIയുടെയൊക്കെ ഒരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഇന്ന് ഈ പുറത്ത് വരും, അല്ലെങ്കിൽ ഇന്ന് അതിന് ഏറെക്കുറെ ഒരു ഫൈനൽ രൂപം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണല്ലോ. സേതു, നാട്ടികയെ സംബന്ധിച്ചുകൊണ്ട് LDFന്റെ ശക്തി കേന്ദ്രമാണ്, CPIയുടെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് CC മുകുന്ദൻ എന്ന ജനപ്രിയനായിട്ടുള്ള MLAക്കെതിരായിട്ടുള്ള തീരുമാനം CPI സംസ്ഥാന തലത്തിൽ തന്നെ നേതൃയോഗം ചേർന്ന് കൈക്കൊണ്ടിട്ടുള്ളത്. അതിൽ തികഞ്ഞ അതൃപ്തിയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ടൈം മാത്രമാണ് മത്സരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിയത്. MLA എന്നുള്ള നിലയിൽ ജനപ്രിയരായിട്ടുള്ള ഇടപെടലുകളും മണ്ഡലത്തിൽ നടത്തി. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ തന്നെ ഒഴിവാക്കിയതിലാണ് അദ്ദേഹത്തിന് അതൃപ്തി പരസ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗീതാ ഗോപി എന്ന് പറയുന്ന മുൻ MLA അത് അവരെ വീണ്ടും നാട്ടികയിൽ തന്നെ ഒഴിവാക്കിക്കൊണ്ട് പരിഗണിച്ചതിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി CC മുകുന്ദൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം അക്കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും തുറന്നു പറയും. എന്തുകൊണ്ടാണ് ഈ ഗീതാ ഗോപിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിലാണ് അമർഷമെന്ന് വ്യക്തമാക്കുന്നത്? അതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് പറയണ്ടായി. ഇതിൻ്റെ അകത്ത് പറഞ്ഞപ്പോൾ തന്നെ മുമ്പ് ഈ ഗീതാ ഗോപി സ്ഥാനാർത്ഥിയാക്കാൻ നിലവിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ മാറ്റമുള്ള കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത 10 വർഷക്കാലം ചെയ്ത കാര്യത്തെക്കുറിച്ച് പരിശോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി എന്നെ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചത്. ആ ഒരു വിഷയം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇപ്പോൾ വീണ്ടും ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുമ്പോൾ സംശയം കിടക്കണമെങ്കിൽ ഞാൻ ഈ 10 വർഷക്കാലം അദ്ദേഹം അവിടെ ചെയ്ത കാര്യത്തെക്കുറിച്ച് പലരും റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് പറയുന്ന സമയത്ത് പുറത്ത് പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയേണ്ടി വരും. അതിനാണ് എന്താ പറയുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഞാൻ ജയിക്കുക പിടിക്കാമെന്നല്ല, വിഷയം ജനങ്ങളിൽ അവതരിപ്പിക്കണം. അതായത് പാർട്ടിയോടും പാർട്ടി എടുത്ത തീരുമാനത്തോടുമുള്ള അമർഷം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. തർക്കമില്ല ആ കാര്യത്തിൽ. ഇതിൻ്റെ അകത്ത് അങ്ങനെ പരിശോധിക്കപ്പെടാൻ നല്ലൊരു പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഇന്നലെ വരെ എൻ്റെ നല്ല മനസ്സിലുള്ള നല്ലൊരു പാർട്ടിയാണ് CPI. നല്ലൊരു വ്യത്യസ്തമായൊരു പാർട്ടിയാണ് CPI എന്ന് ആലോചിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്നലത്തെ ഒരു തീരുമാനം ഈ പത്രത്തിൽ കൂടി കണ്ടപ്പോൾ എനിക്ക് അതിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. പ്രതിഷേധം എന്ന് വെച്ചാൽ ഇപ്പോൾ സീറ്റ് കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ് സീറ്റ് എന്ന പോലെ എനിക്ക് ഗീതാഗോപിയെ കൊടുത്തെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ അവിടെയുള്ള എല്ലാ കോൺട്രാക്ടർമാരോടെയും മുതലാളിമാരോടും പരിശോധിച്ചാൽ അറിയാം, പേയ്മെൻറ്റ് സീറ്റോ അല്ലെന്ന് പരിശോധിച്ചാൽ അറിയാം. അതാണ് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ള സഹായിച്ചിട്ടുള്ളതെന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഈ ഒഴിവാക്കിയത് ആരാണ് എന്നുള്ളതാണ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണോ? അത് പാർട്ടി എടുത്ത ചില വ്യക്തികളോട് ചില താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആ വ്യക്തികളോട് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷയം മുമ്പുണ്ടായിട്ട് ആ വിഷയങ്ങളൊക്കെ പാർട്ടി പറഞ്ഞ പോലെ പരിഹരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴത്തെ സമീപനം ഒരു നിലയ്ക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏതൊക്കെ പാർട്ടികൾ മത്സരിക്കാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇവിടെയുള്ള ഈ പ്രതിപക്ഷ പാർട്ടികളും ഭരണത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളടക്കം ഭരണത്തിലുള്ള പാർട്ടികളടക്കം ആലോചിച്ചിട്ട് ചെയ്യണം, മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരൊക്കെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ പാർട്ടിയിലെ മകപുരുഷ ആൾക്കാർ എൻ്റെ കൂടെ സത്യം പറഞ്ഞു പറയുമ്പോൾ കൂടെ ഉണ്ടാകും. ചിലപ്പോൾ ചിലവർ പറയും ഇപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടിയുള്ള ഇടപെടലൊക്കെ ആവും. അതിന് മുമ്പ് പരിശോധിച്ചറിയാം എന്നെക്കുറിച്ച് അധികാരമാണോ ജനപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് നമ്മുടെ ഈ പറയുന്ന കാലഘട്ടത്തിൽ എന്നെ പരിശോധിച്ചാൽ ഞാൻ പറയാം എൻ്റെ ഒരു വിജിലൻസ് അന്വേഷണം വേണം എന്നെക്കുറിച്ച്. ഞാൻ എന്ത് ആരാണ് കുറ്റം ചെയ്തത്, ജനങ്ങളെ കാഴ്ച അങ്ങനെ കട്ട് തിന്നാൻ ഞാൻ സമ്മതിക്കില്ല. അതെൻ്റെ ജീവനുള്ള കാലം ഒരു നിലയ്ക്കും എൻ്റെ പാർട്ടി അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ അത് ഞാൻ മുന്നോട്ട് പോകും. അതാണ് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇത് പറയാൻ ഒരു അവസരം ഉണ്ടായത് ഈ പറയുന്ന പേയ്മെൻറ്റ് സീറ്റ് വന്നപ്പോൾ ആ പേയ്മെൻറ്റ് സീറ്റ് നിൽക്കുന്നത് ചിലരോട് അവരോടുള്ള താല്പര്യമാണത്.
ആ താല്പര്യം പ്രകടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾ എൻ്റെ സ്വത്ത് പരിശോധിച്ചോ, ഈ 5 വർഷക്കാലം സാമ്പത്തിക ക്രമക്കേടുള്ള ആളാണോ ഗീതാ ഗോപി? തർക്കമൊന്നുമില്ല തന്നെ. അത് യാതൊരു സംശയമില്ല. ഞാൻ ചെന്ന് പറഞ്ഞ അപ്പം തന്നെ ഇഷ്ടംപോലെ കാശ് മേടിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിനെ മാത്രമേ അവർക്ക് വേണ്ടൂ, എന്നെ വേണ്ടായില്ല. ഞാൻ പിരിച്ചു കൊടുക്കാൻ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒരാളാണ് പാർട്ടിക്ക്. അങ്ങനെ എന്നെ സ്വീകരിക്കുക. ഒറ്റ കാര്യം കൂടി, ഒഴിവാക്കിപ്പെട്ടതിൽ വേദനയുണ്ടോ? എന്താ പറയാനുള്ളത്? അത് വേദന ഉണ്ടല്ലോ, കാരണം പാർട്ടിയുടെ പോളിസി തെറ്റാണ്. പോളിസി ഞാൻ ഇന്നലെ വരെ പറഞ്ഞിരുന്ന പോളിസിയല്ല ഇന്നുണ്ടായത്. ഇപ്പം ഞാൻ അറിയുന്ന, പക്ഷേ അതിൻ്റെ അകത്ത് എന്താ സംസാരിച്ച് എനിക്കറിഞ്ഞു. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചിലരുടെ വികാരം താല്പര്യമൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞു. അത് അടുത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അവിടുത്തെ എൻ്റെ മുന്നണിയിലുള്ള ആൾക്കാർ പറയുന്ന പോലെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ ബാധ്യസ്ഥനായെന്ന് ഞാൻ പറഞ്ഞിരിക്കും. പല പാർട്ടികളും ഇതിനോടകം തന്നെ ഓഫറുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഓഫർ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാകും. എൻ്റെ പാർട്ടി പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഞാനത് ഭംഗിയായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ ഒരു കൂട്ടർ എന്നോട് ചോദിച്ചു, വോട്ടിൻ്റെ വോട്ട് നല്ല വിഷയം, സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഇന്നലെ വരെ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ പാർട്ടി 100%, ഈ രാജ്യത്തുള്ള ഏറ്റവും പാർട്ടിയേക്കാളും 100% വളരെയേറെ ഗുണകരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. ഇന്നൊരു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനത് പരിഹരിച്ച് എൻ്റെ പാർട്ടിയെ കൂടെ നിന്നൊരു പാർട്ടിയാണ് ഞാൻ. ഇത്രയും വ്യത്യസ്തമായ സമീപനം ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ ചില ലീഡർഷിപ്പിന് ഉണ്ടാകുന്ന മാനസിക തകരാറാണ്. ആ തകരാറ് മാറ്റില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരാതി ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ പരാതികളുണ്ട്. ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിപ്പോൾ ഈ പറയാൻ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉപയോഗിക്കും. ആ പരാതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. പാർട്ടി എന്നോട് എടുത്ത നല്ല നിലപാടല്ല ഇപ്പോൾ പറയുന്നത്, അങ്ങനെ വ്യത്യാസമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മാനസികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ നടപടികൾ, എനിക്ക് ജയിക്കോ തോൽക്കുന്നതല്ല, പ്രതിഷേധം ജനങ്ങൾക്ക് വരാൻ എങ്ങനെയൊക്കെ പറ്റുള്ളൂ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പ്രതിഷേധം വരാൻ പോകുന്നു. വേഗത്തിൽ തീരുമാനം എടുക്കും. വേഗത്തിൽ തീരുമാനമുണ്ട്. നാളെ മറ്റന്നാളായിട്ട് തീരുമാനം ഒക്കെയാണ്, തറക്കല്ല്. സേതു അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു തന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം. വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കും. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കും. അതായത് MLA എന്ന നിലയിൽ പാർട്ടി നിയോഗിച്ച സെക്രട്ടറി അദ്ദേഹം തന്റെ ഒപ്പും ലെറ്റർ പാഡും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ മുകുന്ദൻ ആദ്യമായി പാർട്ടിക്ക് അനഭിമതനായി തീരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ ഉയർത്തുമ്പോഴും അതിന് വേണ്ടത്ര പരിഗണന പാർട്ടിയിൽ നിന്നുണ്ടായില്ല. ഇപ്പോൾ ഒരു വെട്ടലും കൂടി വരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CPIയിൽ നിന്നൊരു വെട്ടൽ മുകുന്ദൻ നേരിടേണ്ടി വരുമ്പോൾ തൃശൂരിൽ CPIക്കുള്ളിൽ ചേരിപ്പോര് നിലനിൽക്കുന്നു എന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വാർത്തകളെ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? സേതു, നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2025 നടന്ന CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ശക്തമായ വിഭാഗീയതയും ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒറ്റപ്പെട്ട് ആക്രമിക്കാനുള്ള നീക്കം നടന്നതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാലത്തിന് ശേഷം, ഈ വിഭാഗീയത ശക്തമായതിനു ശേഷം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലടക്കം പ്രതിനിധിയായി അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടില്ല. ഏകദേശം 60 വർഷത്തിലധികമായി നാട്ടിക കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അന്തിക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. CPIയെ സംബന്ധിച്ചുകൊണ്ട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള മന്ത്രി K. രാജന്റെയും അതോടൊപ്പം തന്നെ BS സുനിൽകുമാർ മുൻ മന്ത്രിയുടെ അടക്കം രാഷ്ട്രീയ ഗുരുവാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു പ്രവർത്തന പാരമ്പര്യമുള്ള അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ട സാഹചര്യമാണ് പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തിക്ക് രഹിതമായി ജീവിതം നയിക്കുന്ന മുകുന്ദന് നാട്ടികയിൽ നല്ല ജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇപ്പോൾ മറ്റു പാർട്ടികളും മറ്റു മുന്നണികളും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന് മുകുന്ദൻ പറയുമ്പോൾ ഒരു 1-2 ദിവസത്തിനുള്ള ഒരു തീരുമാനം പറയുമെന്ന് അദ്ദേഹം തൊട്ട് മുൻപ് പോലും നമ്മളോട് പ്രതികരിക്കുമ്പോൾ ഒരു കടത്തി തീരുമാനം പ്രതീക്ഷിക്കാമോ ഉടൻ? തീർച്ചയായും സേതു, അത്തരത്തിൽ തന്നെയാണ്. നാട്ടികയിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ മുകുന്ദൻ ഒരുപക്ഷെ സ്ഥാനാർത്ഥി ആകുകയാണെങ്കിൽ അത് CPIക്കും LDFനും വലിയ തോതിൽ ക്ഷീണം ചെയ്യുന്ന തീരുമാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ ഒരു പക്ഷത്തിൽ കോൺഗ്രസിന്റെയോ BJPയുടെയോ സ്ഥാനാർത്ഥിയായോ അദ്ദേഹം രംഗത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് CPI വോട്ടുകൾക്ക് LDF വോട്ടുകൾക്ക് വലിയ തോതിൽ ഇടിവുണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകാൻ അങ്ങനെ തന്നെ നമ്മൾ അനുമാനിക്കുകയും വേണം. കാരണം ഈ മണ്ഡലത്തിലെ നേട്ടങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു വികസന സപ്ലിമെന്റ് ഈ അടുത്തിടയ്ക്കാണ് ഇദ്ദേഹം CC മുകുന്ദൻ പുറത്തിറക്കുകയും ഒക്കെ ചെയ്തത്.